ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. എറണാകുളത്ത് 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ജൽജീവൻ മിഷൻ 2028 ഡിസംബർ വരെ നീട്ടുന്നതിന് കേന്ദ്ര മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സുജലം ഭാരത് ഏകീകൃത ദേശീയ ഡിജിറ്റൽ ചട്ടക്കൂട് സ്ഥാപിക്കാനും തീരുമാനം. പശ്ചിമബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർമാർക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന സർക്കാരിനും നിർദ്ദേശം നൽകി സുപ്രീംകോടതി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനാനന്തര പദ്ധതിയുടെ വിശദ മാർഗരേഖയ്ക്ക് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. കേരള സ്റ്റേറ്റ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കാനും തീരുമാനം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദിന സന്ദർശനത്തിനായി നാളെ കൊച്ചിയിലെത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ നാളെ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 മണിവരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. ബുധനാഴ്ച രാവിലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി എറണാകുളം മറൈൻ ഡ്രൈവിലെ പൊതുപരിപാടിയിലാകും ആദ്യം പങ്കെടുക്കുക. തുടർന്ന് കലൂർ സ്റ്റേഡിയത്തിലെ പൊതുപരിപാടിയിലും പങ്കെടുക്കും. അതിനുശേഷം 10,800 കോടി രൂപയോളം വരുന്ന വിവിധ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനങ്ങളും ഉദ്ഘാടനങ്ങളും അദ്ദേഹം നിർവഹിക്കും. കൊച്ചി റിഫൈനറിയിൽ 5,500 കോടിയിലേറെ നിക്ഷേപമുള്ള പോളി പ്രൊപ്പൈൻ യൂണിറ്റ് ശിലാസ്ഥാപനവും ദേശീയപാത 66 തലപ്പാടിയിൽ നിന്നുള്ള സെക്ഷൻ രാമനാട്ടുകര വരെയുള്ള കോഴിക്കോട് ബൈപ്പാസ് എന്നിവയുടെ 6 വരി പാതയാക്കലിന്റെ ഉദ്ഘാടനം എന്നിവയും പ്രധാനമന്ത്രി നിർവഹിക്കും. അമൃത് ഭാരത് പദ്ധതിക്ക് കീഴിൽ പുനർവികസനം നടത്തിയ ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം, വൈദ്യുതീകരിച്ച ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽവേ ലൈൻ സമർപ്പണം, പാലക്കാട് പൊള്ളാച്ചി പുതിയ ട്രെയിൻ ഫ്ളാഗ് ഓഫ്, കല്ലടിയിലെ 50 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി ഉദ്ഘാടനം, കേരളത്തിലെ PM ഗ്രാം സഡക് യോജന പ്രകാരമുള്ള 23 ഗ്രാമീണ റോഡുകളുടെ ഉദ്ഘാടനം തുടങ്ങിയവയും പ്രധാനമന്ത്രി നാളെ നിർവഹിക്കും. ജൽജീവൻ മിഷൻ 2028 ഡിസംബർ വരെ നീട്ടുന്നതിന് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ജൽജീവൻ മിഷന്റെ പുനർനിർമ്മാണത്തിനും പദ്ധതിയുടെ പ്രവർത്തനം അടിസ്ഥാന സൌകര്യ സൃഷ്ടിയിൽ നിന്ന് സേവന വിതരണത്തിലേക്ക് പുനഃക്രമീകരിക്കുന്നതിനുമാണ് കാലാവധി നീട്ടിയതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഉറവിടത്തിൽ നിന്ന് പൈപ്പിലേക്കുള്ള സമ്പൂർണ്ണ കുടിവെള്ള വിതരണം സംവിധാനത്തെ ഡിജിറ്റലായി മാപ്പ് ചെയ്യുന്നതിന് സുജലം ഭാരത് എന്ന ഏകീകൃത ദേശീയ ഡിജിറ്റൽ ചട്ടക്കൂട് സ്ഥാപിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളും സാങ്കേതിക വിദ്യയും മെച്ചപ്പെടുത്താൻ 765 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഇന്ത്യൻ റെയിൽവേ അംഗീകാരം നൽകി. ഈസ്റ്റ് കോസ്റ്റ്, സൌത്ത് സെൻട്രൽ, വെസ്റ്റേൺ റെയിൽവേ സോണുകളിലാണ് പ്രധാനമായും നവീകരണം നടക്കുക. വൈദ്യുതീകരണ നവീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ ട്രെയിൻ കൂട്ടിയിടി ഒഴിവാക്കുന്ന കവച് സാങ്കേതിക വിദ്യയ്ക്ക് കരുത്തേകാനുള്ള പദ്ധതിക്കും റെയിൽവേ അംഗീകാരം നൽകി. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം ലോക്സഭ ഇന്ന് ചർച്ച ചെയ്തു. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദാണ് പ്രമേയം അവതരിപ്പിച്ചത്. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. രാജ്യസഭ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗ്രാമവികസന മന്ത്രാലയം, വനം പരിസ്ഥിതി മന്ത്രാലയം എന്നിവയുടെ പ്രവർത്തനം സംബന്ധിച്ച ചർച്ചകളാണ് സഭയിൽ ഇന്ന് നടന്നത്. പശ്ചിമബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർമാർക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന സർക്കാരിനും നിർദ്ദേശം നൽകി സുപ്രീംകോടതി. അപ്പീലുകൾ കൈകാര്യം ചെയ്യാൻ മുൻ ചീഫ് ജസ്റ്റിസുമാരെയും ഹൈക്കോടതി ജഡ്ജിമാരെയും ഉൾപ്പെടുത്തി ഹൈക്കോടതിക്ക് ബെഞ്ച് രൂപീകരിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു. പശ്ചിമബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നതും അക്രമം അഴിച്ചുവിടുന്നതും ഒരു തരത്തിലും അനുവദിക്കില്ലെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ കൊൽക്കത്തയിൽ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്രമരഹിതവും ഭയരഹിതവുമായ അന്തരീക്ഷത്തിൽ എല്ലാ വോട്ടർമാർക്കും സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുമെന്ന് ശ്രീ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. കേരളത്തിൽ ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്തുതല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനാനന്തര പദ്ധതിയുടെ വിശദ മാർഗരേഖയ്ക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സംസ്ഥാനത്തെ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും അന്വേഷിക്കുന്നതിനും എക്സൈസ് വകുപ്പിന് കീഴിൽ കേരള സ്റ്റേറ്റ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കാനും തീരുമാനിച്ചു. സംസ്ഥാന നിയമ വകുപ്പ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന KG സനൽകുമാറിനെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും. പെന്തക്കോസ്ത് സഭകളെ ക്രൈസ്തവ സഭാ വിഭാഗമായി അംഗീകരിക്കുവാൻ മന്ത്രിസഭായോഗം തത്വത്തിൽ തീരുമാനിച്ചു. പെന്തക്കോസ്ത് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള പരിവർത്തന
പരിവർത്തിത ക്രൈസ്തവ വിഭാഗങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ പരിശോധിച്ച് ശുപാർശകൾ സമർപ്പിക്കാൻ കമ്മിറ്റിയെയും സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തി. സശക്ത് പഞ്ചായത്ത് നേത്രി അഭിയാന്റെ കീഴിൽ പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികളുടെ ദേശീയ സമ്മേളനം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. പഞ്ചായത്ത് രാജ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഒരു ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തിരഞ്ഞെടുത്ത വനിതാ പഞ്ചായത്ത് അംഗങ്ങളെ സമ്മേളനത്തിൽ ആദരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മുഖ്യമന്ത്രിയുടെ ചിത്രമടക്കം ഉപയോഗിച്ച് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ വ്യാജ പരസ്യങ്ങൾ നൽകി പുതിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നതായി സംസ്ഥാന പോലീസ് മുന്നറിയിപ്പ്. ഫോൺ പേ ആപ്പ് വഴി എളുപ്പത്തിൽ പണം സമ്പാദിക്കാമെന്ന സന്ദേശത്തിലൂടെയാണ് തട്ടിപ്പ്. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്ത്യയിൽ തുടരുന്ന ഇറാനിയൻ കപ്പൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇസ്രായേലുമായി പങ്കുവച്ചെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. അതേസമയം രാജ്യദ്രോഹ കുറ്റം ചുമത്തി ബഹ്റിൻ ഒരു ഇന്ത്യൻ ചാരനെ പിടികൂടിയെന്ന വാർത്തകളും മന്ത്രാലയം നിഷേധിച്ചു. ഭക്ഷ്യമേഖലയിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ മേളകളിലൊന്നായ ആഹാർ രാജ്യാന്തര മേളയുടെ 40ാമത് പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മേള ഉദ്ഘാടനം ചെയ്തു. കാർഷിക സമുദ്ര ഉൽപ്പന്നങ്ങളിലൂടെ മാത്രം ഏകദേശം 5 ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. भारत जो आज विश्व का 7वां सबसे बड़ा निर्यातक है एग्रीकल्चरल और मरीन प्रोडक्ट्स, जो आज लगभग 5 लाख करोड़ रुपए का हमारे किसानों का, हमारे मछुआरों के उत्पाद को निर्यात करता है, वो आगे आने वाले दिनों में विश्व का सबसे बड़ा और सबसे नामी होगा कि हम विश्व के सबसे बड़े निर्यातक बनेंगे. इस विश्वास के साथ हम आगे जाएं. പശ്ചിമേഷ്യയിലെ നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് ആഭ്യന്തര വിതരണം, ഗതാഗതത്തിനായുള്ള CNG തുടങ്ങിയ മേഖലകൾക്ക് പ്രകൃതിവാതക ലഭ്യതയിൽ മുൻഗണന നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. വളം പ്ലാന്റുകൾക്ക് കഴിഞ്ഞ 6 മാസത്തെ ശരാശരി ഗ്യാസ് ഉപഭോഗത്തിന്റെ 70%, തേയില വ്യവസായം, നിർമ്മാണം, മറ്റ് വ്യാവസായിക ഉപഭോക്താക്കൾ എന്നിവയ്ക്ക് 80% പ്രകൃതിവാതക ലഭ്യത ഉറപ്പാക്കണം. പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും ഒഴിവാക്കാൻ സിലിണ്ടർ ബുക്കിംഗുകൾക്കിടയിൽ 25 ദിവസത്തെ ഇടവേള ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉത്തരവിൽ പറയുന്നു. ഗാർഹിക ഉപഭോക്താക്കൾക്കും ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ അവശ്യ ഗാർഹികേതര മേഖലകൾക്കും പാചകവാതക ലഭ്യതയിൽ മുൻഗണന നൽകുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. മറ്റ് ഗാർഹികേതര മേഖലകളിൽ നിന്നുള്ള അഭ്യർത്ഥനകൾ എണ്ണ കമ്പനികളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ കമ്മിറ്റി അവലോകനം ചെയ്യുമെന്നും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മുൻഗണന നൽകുമെന്നും IOC അറിയിച്ചു. 2026 കേന്ദ്ര ബജറ്റിനെ ആസ്പദമാക്കി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച വികസിത ഭാരത് സ്റ്റേറ്റ് ലെവൽ യൂത്ത് പാർലമെന്റ് യുവജനതയ്ക്ക് വികസിത ഭാരതം സംബന്ധിച്ച കാഴ്ചപ്പാട് രൂപപ്പെടുത്താനുള്ള വേദിയായി. വിവിധ ജില്ലകളിൽ നിന്നായി 54ഓളം യുവജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. എറണാകുളത്ത് 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ജൽജീവൻ മിഷൻ 2028 ഡിസംബർ വരെ നീട്ടുന്നതിന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സുജലം ഭാരത് ഏകീകൃത ദേശീയ ഡിജിറ്റൽ ചട്ടക്കൂട് സ്ഥാപിക്കാനും തീരുമാനം. പശ്ചിമബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർമാർക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന സർക്കാരിനും നിർദ്ദേശം നൽകി സുപ്രീംകോടതി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനാനന്തര പദ്ധതിയുടെ വിശദ മാർഗരേഖയ്ക്ക് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. കേരള സ്റ്റേറ്റ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കാനും തീരുമാനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.